പഠനം ആരംഭിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. ഇപ്പോൾ നമുക്ക് ഇന്ന് സംസ്കൃത പഠനം ആരംഭിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അക്ഷരങ്ങൾ തുടങ്ങി നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനായി നമുക്കിപ്പം ആദ്യം സംസ്കൃതത്തിൻ്റെ വർണ്ണമാലയിൽ നിന്ന് തുടങ്ങാം. സംസ്കൃത വർണ്ണമാല. ഇപ്പോൾ ആദ്യമായിട്ട് സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ സ്വരാക്ഷരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പം ഇതിനകത്ത് 15 സ്വരാക്ഷരങ്ങളാണ് സംസ്കൃതത്തിൽ വരുന്നത്. അതിപ്പോൾ ഞാൻ ഇതിനകത്ത് ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മലയാളത്തിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ അക്ഷരങ്ങൾ ഇവിടെ വായിക്കാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഋ, ലൃ, എ, ഐ, ഓ, ഔ, ആ. ഇത്രയുമാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ. 15 സ്വരാക്ഷരങ്ങൾ. ഇതിൽ നമ്മൾ മലയാളം ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2 സ്വരാക്ഷരങ്ങളാണ് സംസ്കൃതത്തിൽ കൂടുതലായിട്ട് വരുന്നത്. അതായത് നമ്മുടെ മലയാളത്തിൽ ഋ എന്ന് പറയുന്നത് ഒരു ഋ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹ്രസ്വരൂപം മാത്രമേ മലയാളത്തിലുള്ളൂ. പക്ഷെ സംസ്കൃതത്തിൽ അതിൻ്റെ ദീർഘരൂപമുണ്ട്. അതാണ് ഇവിടെ ഋയില് രണ്ടാമത്തെ ഋ എന്ന് നീട്ടി അതിൽ ദീർഘരൂപമാണ് വരുന്നത്. അതുപോലെ ലാ ഇട്ടിട്ട് അടിയിൽ ലായുടെ കൂടെ ഋ എന്ന ചിഹ്നം വരുമ്പോൾ അങ്ങനെ വേണം അത് ഉച്ചരിക്കാൻ. ലിറ്. ആ അക്ഷരം സംസ്കൃതത്തിൽ പുതിയതായിട്ട് നമുക്ക് മലയാളത്തിൽ ഇല്ലാത്ത ഒരു അക്ഷരമാണ്. സംസ്കൃതത്തിൽ മാത്രമുള്ള അക്ഷരമാണ്. അപ്പം ഇതിൻ്റെ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിൽ ഞാൻ ചുവന്ന വൃത്തം കാണിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 അക്ഷരങ്ങൾ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ഞാൻ വായിക്കാം. ആ, ഈ, ഊ, ഋ, ലിറ്. ഈ 5 അക്ഷരങ്ങൾ, ചുമന്ന വൃത്തത്തിനകത്തുള്ള ഈ 5 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരങ്ങളാണ്. അതായത് അതിൻ്റെ ഉച്ചാരണം ഹ്രസ്വമായിട്ടേ വരുന്നുള്ളൂ. ആ, ഈ, ഉ, ഋ, ലിറ്. ഈ 5 അക്ഷരങ്ങൾ. ഇനി ഇവിടെ ഞാൻ നീല വൃത്തം വരച്ചിട്ട് കാണിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ആ, ഈ, ഊ, ഋ. ഈ 4 അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ദീർഘ അക്ഷരങ്ങളാണ്. ഉച്ചാരണത്തിൽ ദീർഘം വരുന്നത് കൊണ്ട് അതിനെ ദീർഘ സ്വരാക്ഷരങ്ങൾ എന്ന് പറയും. ഇനി അടുത്തതായി ഇവിടെ ഞാൻ അടിവരയിട്ട 4 അക്ഷരം, നീല നിറത്തിൽ അടിവരയിട്ട 4 അക്ഷരങ്ങളുണ്ട്. എ, ഐ, ഓ, ഔ. ഈ 4 അക്ഷരങ്ങളും ഇതിനെ നമുക്ക് ഇത് ദീർഘ അക്ഷരങ്ങളാണ് എങ്കിലും ഇവയെ പറയുന്നത് സംയുക്ത സ്വരാക്ഷരങ്ങൾ എന്നാണ്. ഈ 4 അക്ഷരങ്ങളെ പറയുന്നത് എ, ഐ, ഓ, ഔ. ഇവ 4ഉം സംയുക്ത സ്വരാക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളിൽ നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞ ഈ അക്ഷരം മലയാളത്തിലെ എക്ക് തുല്യമാണ്. മലയാളത്തിലെ ദീർഘമായിട്ടുള്ള എ അതിന് തുല്യമാണ് ഇതിലെ സംസ്കൃതത്തിലെ എ, ഈ അക്ഷരം. അതുപോലെ ഓ, ഈ എയും ഇതിലെ സംസ്കൃതത്തിലെ എയും ഓയും അതും മലയാളത്തിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലയാള ഭാഷയിൽ നമുക്ക് എയും എ 2 രൂപവും വരുന്നുണ്ട്.
ഹ്രസ്വരൂപവും ദീർഘരൂപവും വരും. അതുപോലെ ഓയ്ക്കാണെങ്കിലും ഓയും ഓ രണ്ട് രൂപവും വരും. പക്ഷെ സംസ്കൃതത്തില് ദീർഘരൂപം മാത്രമേ ഉള്ളൂ, എയും ഓയും മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ രണ്ട് രൂപവും വരും. അതും ഒരു വ്യത്യാസം ആയിട്ടുള്ള കാര്യമാണ് മലയാളമായിട്ട്. ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ. ഇനി അടുത്തതായി വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങള് സംസ്കൃതത്തില് വ്യഞ്ജനാക്ഷരങ്ങളെ 7 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതില് ആദ്യത്തേത് കവർഗം, രണ്ടാമത്തേതായി ചവർഗം, ടവർഗം, നാലാമത്തെ തവർഗം, 5 പവർഗം, 6 അന്തസ്ഥങ്ങൾ, 7 ഊഷ്മാക്കൾ. ഇത്രയുമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി അത് എന്തൊക്കെയാണ് അക്ഷരങ്ങൾ എന്നുള്ളത് അടുത്തതായി നിങ്ങളുടെ സ്ക്രീനിൽ വരും. ഇപ്പൊ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ ഇവിടെ കാണാം. അതിൽ ഏറ്റവും മേളിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ യഥാർത്ഥ രൂപമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഈ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ക, ഇത് വായിക്കുന്നത് ക, ഖ, ഖ, ഗ, ഖ, ങ, ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വായിക്കുമ്പോ ആ ഉച്ചാരണത്തില് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അക്ഷരത്തിന്റെ കൂടെ സ്വരാക്ഷരം ചേർത്ത് നമ്മൾ അതിനെ ആ ഒരു ഉച്ചാരണ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കും. അതിനാണ് അത് നമ്മൾ ക പ്ലസ് ആ ചെയ്താൽ കാ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ രൂപത്തിൽ നിന്നും മാറ്റി നമ്മൾ സ്വരാക്ഷരം ചേർത്ത് എഴുതിയ അക്ഷരങ്ങളാണ് താഴെ വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ. അതിൽ ആദ്യത്തെ കവർഗം. കവർഗം എന്ന് നേരത്തെ ഇതിനു മുമ്പുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കണ്ടായിരുന്നു. അതിൽ കവർഗത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് 5 അക്ഷരങ്ങൾ. ക, ഖ, ഗ, ഘ, ങ. ഇത് ഇത്രയും കവർഗമാണ്. അടുത്തത് ചായിൽ തുടങ്ങുന്നു. അതിന് ച, ഛ, ജ, ഛ, ഞ. ഇത് ഇത്രയും നമ്മൾ തുടങ്ങുന്ന അക്ഷരം വെച്ചിട്ടാണ് അതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് കായിൽ തുടങ്ങുന്നോണ്ട് കവർഗം, രണ്ടാമത്തേത് ചായിൽ തുടങ്ങുന്നു, അത് ചവർഗം. അടുത്തത് ടവർഗം. ടവർഗം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ടായാണ്. ട, ഠ, ഡ, ഠ, ണ. ഇത് ഇത്രയാണ് ടവർഗത്തിൽ വരുന്നത്. അടുത്തത് തായിലാണ് തുടങ്ങുന്നത്. താ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതുകൊണ്ട് അത് തവർഗം. ത, ഥ, ദ, ഥ, ന. ഈ 5 അക്ഷരങ്ങൾ തവർഗം. അടുത്തത് പവർഗം. പവർഗം പായിൽ തുടങ്ങുന്നു. പ, ഫ, ബ, ഹ, മ. അടുത്തത് അടുത്ത വരിയിൽ കാണുന്ന 4 അക്ഷരങ്ങൾ യാ, രാ, ല, വ. ഈ 4 അക്ഷരങ്ങൾ യാ, രാ, ല, വ. ഈ 4 അക്ഷരങ്ങളെയാണ് നമ്മൾ അന്തസ്ഥങ്ങൾ എന്ന് പറയുന്നത്. അന്തസ്ഥങ്ങൾ എന്ന് സംസ്കൃതത്തിൽ പറയും. അടുത്ത വരിയിലുള്ള 5 അക്ഷരങ്ങൾ ഷ, ഷ, സ, ഹ. അവസാനം ള എന്ന് നമ്മൾ മലയാളത്തിൽ ള എന്ന് വായിക്കുന്നു. പക്ഷെ അത് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ അത് നമ്മൾ 8 ഇങ്ങനെ ചരിച്ചിട്ടതുപോലെയാണ് എഴുതുന്നത്. ആ അക്ഷരം വലിയ ഉപയോഗം വരുന്നതല്ല. ഇതില് ഏറ്റവും അവസാനമായിട്ട് വരുന്ന അക്ഷരമാണ്. അപ്പൊ ഈ ഷ, ഷ, സ, ഹ ഈ അവസാന വരിയിൽ വരുന്ന ഈ 5 അക്ഷരങ്ങളെ ഊഷ്മാക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് വ്യഞ്ജനാക്ഷരങ്ങള്, സംസ്കൃതത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഹ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ള. ഇത്രയുമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. അടുത്തതായി നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നത് സ്വരചിഹ്നങ്ങളാണ്. സ്വരചിഹ്നങ്ങൾ എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങൾക്കായി അത് മാറി ചിഹ്നങ്ങളായി വരുന്നതാണ് സ്വരചിഹ്നങ്ങൾ. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഈ സ്വരചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ വ്യഞ്ജനാക്ഷരത്തിന്റെ രൂപം മാറും.
അത് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്ന സംസ്കൃതം ഇനി വാക്കുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കേണ്ടി നമുക്ക് വരും. ഇങ്ങനെ സ്വരചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ അതിൻ്റെ പുതിയ രൂപങ്ങൾ നമുക്ക് കിട്ടുന്നത് വെച്ചാണ് നമ്മൾ വാക്കുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് സ്വരചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ആദ്യത്തേത്, അതായത് നമ്മൾ സ്വരാക്ഷരങ്ങൾ ആ തൊട്ട് ലാസ്റ്റ് 15 സ്വരാക്ഷരങ്ങളുണ്ട്. ആ ഈ ഉ ഋ എ ഐ ഓ ഔ അം ആ ഇങ്ങനെ 15 സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ വരിയിൽ കിടക്കുന്നത് മലയാള ഭാഷയിലെ സ്വരചിഹ്നങ്ങൾ. രണ്ടാമത്തെ വരിയിൽ സംസ്കൃതത്തിലെ ദേവനാഗരി ലിപിയിൽ നമ്മൾ എങ്ങനെയാണ് സ്വരചിഹ്നങ്ങൾ എഴുതുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത് ആ എന്നുള്ള സ്വരചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? അത് ഒരു 1 പോലെ ഇട്ടിട്ട് മേളിലൊരു വര, ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ. അപ്പൊ അത് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക എന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നങ്ങൾ ചേരുമ്പോൾ ഉള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായി കായുടെ കൂടെ, അപ്പൊ നമ്മൾ ക എന്ന് പറഞ്ഞല്ല, കാ പ്ലസ് എന്നല്ല പറയുന്നത്. കായുടെ അടിയിൽ ഇങ്ങനെ ഒരു ചരിച്ച വരയിടും. ഇതിന് ഹൽ ചിഹ്നം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഇടുമ്പോൾ അത് ഉച്ചരിക്കേണ്ടത് ക എന്നാണ്. കായുടെ അടിയിൽ ഇങ്ങനെ ചരിച്ചിട്ട് കഴിഞ്ഞാൽ ക എന്ന് വായിക്കണം. ക പ്ലസ് ആ എന്ന സ്വരചിഹ്നം ചേരുമ്പോൾ കാ ആവും. അടുത്തത് ഈ എന്ന സ്വരചിഹ്നം, ക പ്ലസ് ഇ കി. അടുത്തതായി ഈ ക പ്ലസ് ഇ കി എന്ന രൂപം നമുക്ക് കിട്ടും. അടുത്തത് ഊ ആണ്. ഊവിന്റെ സ്വരചിഹ്നമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ക പ്ലസ് ഊ വരുമ്പോൾ കൂ ആയി മാറി. ആ കായുടെ താഴെയായിട്ട് ആ സ്വരചിഹ്നം വന്ന് ചേരും, ഊ. അടുത്ത ഊ, ക പ്ലസ് ഊ, ഊ. കായുടെ താഴെ തന്നെയാണ് അത് എഴുതുന്നത്. ഒരു ചുഴി ഇട്ടിട്ട് ഇടുന്നു. ഇതാണ് അതിന്റെ ചിഹ്നം. അടുത്തത് ഋ എന്ന സ്വരചിഹ്നം ഒരു സി പോലെ വരുന്നതാണ്. ദേവനാഗരി ലിപിയിൽ എഴുതുമ്പോൾ ഒരു സി പോലെയാണ് എഴുതുന്നത്. ക പ്ലസ് കൃ ആയി മാറിയത്. അടുത്തത് എ, ക പ്ലസ് എ കെ. അടുത്ത ഐയുടെ സ്വരചിഹ്നം ക പ്ലസ് ഐ കൈ. ഓ, അടുത്തത് ഓ എന്ന സ്വരചിഹ്നം ക പ്ലസ് ഓ കോ. അടുത്ത ഔ എന്ന സ്വരചിഹ്നം ക പ്ലസ് ഔ കൗ. അടുത്തത് എന്ന് പറയുമ്പോൾ ഒരു ഡോട്ട് മാത്രമേ വരുള്ളൂ. അതിന്റെ സ്വരചിഹ്നം എന്ന് പറയുന്നത് ഒരു ഡോട്ട് മാത്രമാണ്. അപ്പൊ ക പ്ലസ് അത് നമ്മൾ എഴുതുന്ന ആ വ്യഞ്ജനാക്ഷരത്തിന്റെ മേളിലായിട്ട് അത് ഇട്ടാൽ മതി. അപ്പം അത് ആ വ്യഞ്ജനാക്ഷരത്തിന്റെ രൂപം മാറി കയുടെ കൂടെ ചേരുമ്പോൾ കം എന്നായി. കായുടെ മേളിൽ ആ ഡോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് ഇങ്ങനെ നമ്മൾ ഇടുന്നത് സംസ്കൃതത്തിലെ വിസർഗമാണ്. ഈ 2 കുത്തുകൾ ഇടുന്നത് വിസർഗമാണ്. അതിന് നമ്മൾ ഇനി തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ അത് വരുമ്പോൾ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നത് ക പ്ലസ് ഇങ്ങനെ ഈ വിസർഗം ഇട്ട് കഴിഞ്ഞാൽ അത് ഉച്ചരിക്കേണ്ട കഹ എന്ന് വേണം വായിക്കാൻ. നമ്മൾ കായുടെ കൂടെ ഇത് ചേർത്ത് വായിക്കുമ്പോൾ കഹ എന്ന് വായിക്കണം. ഇത്രയുമാണ് നമ്മുടെ സ്വരചിഹ്നങ്ങൾ. ഇനി അടുത്ത സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ആ സ്വരചിഹ്നങ്ങൾ മാറ്റി ഞാൻ സ്വരാക്ഷരങ്ങൾ തന്നെ ചേർത്ത് എഴുതി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാനിത് എഴുതിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ക പ്ലസ് ആ എന്നുള്ള സ്വരാക്ഷരം ചേരുന്നതാണ് നമുക്ക് ക കിട്ടിയത്. ക പ്ലസ് ആ ക. അതുപോലെ നേരത്തെ സ്ക്രീനിൽ കണ്ടതുപോലെ ക പ്ലസ് ആയുടെ സ്വരചിഹ്നം ഇട്ടാണ് നമ്മൾ അവിടെ കണ്ട്. അത് ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോൾ ക. രണ്ടും ഒരേ രൂപം തന്നെയാണ്. ക പ്ലസ് ഇ കി, ക പ്ലസ് ഇ കി, ക പ്ലസ് ഉ കു, ക പ്ലസ് ഉ കു, ക പ്ലസ് ഋ കൃ, ക പ്ലസ് എ കെ, ക പ്ലസ് ഐ കൈ, ക പ്ലസ് ഓ കോ, ക പ്ലസ് ഔ കൗ, ക പ്ലസ് കം, ക പ്ലസ് അഹ
കഹ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സ്വരചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സംസ്കൃത പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.